5:30. ഗൈസ് നോക്കും നാട്ടിലെ 5:30. അത്യാവശ്യം ഇവിടുത്തെ 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വെയിലും സംഭവമൊക്കെ വന്നു തുടങ്ങി. ഇന്ന് ഒരു വലിയ ലോങ് റൈഡാണ്. അതായത് ഏകദേശം 500 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു റൈഡാണ്. നമ്മളെ സംബന്ധിച്ച് അത് വലിയ ലോങ് അല്ല. പക്ഷേ ഈ കാണുന്ന മെട്രോ സ്റ്റേഷൻ കേട്ടോ, അതായത് ഫുള്ള് ഭൂമിക്കകത്തൂടെയുള്ള അണ്ടർഗ്രൗണ്ട് മെട്രോയാണ്. ഈ കാണുന്നതൊക്കെ ഈ ഉൽമിച്ച് ടൗണിൻ്റെ ചെറിയൊരു ഭാഗങ്ങളാണ്. ചെറിയൊരു ഭാഗം, അതായത് അത്ര വലിയ കുറേ സ്ഥലത്ത് ഞാൻ കണ്ടു. ബാക്കി പുറം ബ്രിട്ടീഷ് അങ്ങനെയുള്ള പാസ്പോർട്ടൊക്കെ റീഡ് ചെയ്യും. കുറേ സ്ഥലത്ത് ഇവർ എന്നിട്ട് നമ്മൾ ഒഴിവാക്കാത്ത ചൈനീസ് ഗ്രാമങ്ങൾ കേട്ടോ, അതായത് സാധാരണക്കാർ താമസിക്കുന്ന ചൈനീസ് ഗ്രാമങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീടുകൾ നോക്കിയാൽ. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വീടുകൾ ഇഷ്ടം പോലെ കേട്ടോ. നോക്കിയേ എൻ്റെ പൊന്നെ എന്തോരം വീടുകളാന്ന് നോക്കിയേ. സാധാരണ മൺകട്ടയിൽ ഉണ്ടാക്കിയ വീടുകൾ കേട്ടോ. ഇതൊക്കെ എന്തോ കൃഷി സംബന്ധമായ സംഭവം കേട്ടോ. നെല്ലോ ഗോതമ്പോ അങ്ങനെ എന്തോ സംഭവമാണ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ലൈൻ കെട്ടറും പോലെ. ഈ കാണുന്ന ഇവിടെ നമ്മുടെ കസാക്കിസ്ഥാൻ ആ ഒരു ബേസ് ചെയ്ത്, അതായത് നമ്മൾ ബോർഡറാണ് എടുക്കാറായി. അപ്പോൾ ആ ഒരു ബേസ് ചെയ്തുള്ള ഫുഡ് അതുപോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇനി ചൈനീസ് ഫുഡൊക്കെ പാടാണ്. കസാക്കിസ്ഥാൻ ടൈപ്പ്, അതായത് ചൈനീസ് കസാക്കിസ്ഥാൻ ടൈപ്പ് ഓഫ് ഫുഡാണ് ഇനി കിട്ടുക. ഇവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയാക്കണേ. നാളെ ഈവനിങ് നമ്മൾ എവിടെ എത്തും? നമ്മൾ കസാക്കിസ്ഥാൻ എത്തും. കസാക്കിസ്ഥാനല്ല, കസാക്കിസ്ഥാൻ ഞങ്ങൾ എത്തും. അത് കഴിഞ്ഞ് ഞങ്ങൾ യൂറോപ്പിൽ പോകും. ഗൈസ് നോക്കൂ, അത് ഞങ്ങൾ പോകുന്ന വഴിക്കാണ്ട് ഒരു ചൈനീസ് ഗ്രാമം കേട്ടോ. നോക്കി, സാധാരണ രീതിയിലുള്ള ഒരു ഗ്രാമം. അതായത് ഞങ്ങൾ ആ എണ്ണ അടിച്ചിട്ട് തൊട്ടിപ്പുറത്തോട്ട് വരാൻ നേരത്ത് കണ്ടോ കേട്ടോ. സാധാരണക്കാരായ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലം തോന്നുന്നുണ്ടോ. കസാക്കിസ്ഥാൻ അടുത്തടുത്ത് വന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ ഭൂപ്രകൃതിയും മാറി, സംഭവങ്ങളും മാറി, എല്ലാം നമ്മൾ മൂന്നാർ എന്ന ഫീലിംഗ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ ഉണ്ടാവും. നോക്കിയേ, ആടുകൾ മേയുന്നു ഗൈസ്. ആടുകൾ മേയുന്നു. ആൾക്കാർ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവരെല്ലാവരും നമ്മൾ പോകുന്ന സ്ഥലത്തോട്ടാണ് തോന്നുന്നുണ്ട്. ഈ കാണുന്ന വണ്ടികളെല്ലാം പോകുന്നത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് എനിക്ക് നമ്മളൊരു 100 കിലോമീറ്റർ ഈ കയറ്റം ഈ കാണുന്നതിൽ പോകും. നമ്പർ പ്ലേറ്റ് എടുത്തോണ്ട് വരുവാണ്. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ. അതായത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത്, അതായത് ഇതുണ്ടോ എല്ലാവരും നമ്പർ പ്ലേറ്റും സംഭവം കൊടുക്കുന്നത്. ഇത് പോലീസ് ചെക്ക് പോയിന്റ് ഉണ്ട്. ഇവിടുത്തെ സെക്യൂരിറ്റി സംഭവങ്ങൾ നോക്കി ഓരോ സ്ഥലങ്ങളിൽ കയറുന്ന ഇതേപോലത്തെ ഓരോ കടമ്പകൾ കിടക്കണം. അതായത് നമ്മുടെ കാശ്മീർ പോലത്തെ ഏരിയ ആണ് ഇത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്നോഫോൾ വീഴുന്ന ഹൈ ആൽറ്റിറ്റ്യൂഡ് ഏരിയ ആണ് ഇത്. അതായത് നല്ല ഗ്രീനറി, നല്ല കിട്ടുന്ന സ്ഥലമാണ്. ഇതിനോട് ഒത്തുചേർന്ന ഒരു ലേക്കുണ്ട്. അപ്പോൾ ആ ലേക്കിനകത്ത് നമ്മൾ ഏത് ലേക്കാണോ കീട്ടിലം ബിൽഡിങ്ങുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കീട്ടിലം ബിൽഡിങ് നോക്കിയേ, എന്ത് ലുക്കാന്ന് നോക്കിയാൽ ഗൈസ്. ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയാക്കുന്ന കിടിലം ബിൽഡിംഗ്. ഇതൊക്കെ റെസ്റ്റോറൻറ്റ് ഹോട്ടലൊക്കെയാണ്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്രോക്സിമേറ്റ് നമ്മുടെ നാട്ടിലെ 12,000-13,000 രൂപ അടുത്ത് വരും ഒരു ഹോട്ടലിന്. ഈ കാണുന്നവിടെയൊക്കെ ആൾക്കാർ സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നത്. മഡ് ഹൗസ് പോലത്തെ സംവിധാനങ്ങളും കാര്യങ്ങളും കേട്ടോ. നല്ല രസം കേട്ടോ. നോക്കിയാൽ മേളിൽ സൂര്യൻ, താഴെ കാണുന്ന ലേക്ക്. നമ്മൾ കൂടുതൽ അത്യാവശ്യം എല്ലാവരും വണ്ടി ഒതുക്കി കേട്ടോ ഈ കാണുന്ന സ്ഥലത്ത്. ഇതിങ്ങനെ കുറേ ഉണ്ടെന്നേ. അതായത് നമ്മൾ വണ്ടി നിർത്തി ഇവിടെ ഫുള്ള് പച്ചപ്പ്. ഗൈസ് നോക്കൂ, ഇവിടെയൊക്കെ കന്നാലികൾ മേയുന്നു. കന്നാലികളല്ല കേട്ടോ, അതൊക്കെ കുതിരകളാണ്. ഇവിടെയൊക്കെ ഫുൾ ശ്രദ്ധയൊക്കെയാണ്. അതായത് ഇവിടെയൊക്കെ തുരങ്കങ്ങൾ പണിത് വരുന്നുള്ളൂ. ഇന്ത്യ പോലെ തന്നെ പല സ്ഥലങ്ങളിലും തുരങ്കങ്ങൾ പണിത് വരുന്നുള്ളൂ, പണിതിട്ടില്ല. നമ്മളിപ്പോൾ സാധാരണ റോട്ടിൽ കൂടെ കയറ്റി വിടുക. എനിക്ക് തോന്നുന്ന ഒരു 5-6 മാസത്തിനുള്ളിൽ ഇനി ആൾക്കാരൊക്കെ കയറ്റി വിടുക ഈ കാണുന്ന ഒരു ടണലിൻ്റെ അകത്തൂടെ ആയിരിക്കും കേട്ടോ. കുറച്ച് ഫ്രണ്ട് വന്ന് വീണ്ടും നിർത്തി കേട്ടോ. ദൈവമേ, ചൈനയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഇത്ര അടിപൊളി കാഴ്ചയാവുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ കിട്ടിയതോ വേറെ ലെവല് മൂഡ് കാഴ്ച കേട്ടോ. എൻ്റെ പൊന്നെ, എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നടാവേ, നോക്കി എന്നെ സെറ്റപ്പെടാവേ. എൻ്റെ കർത്താവിശ്വാമിശിയായേ, എന്ത് രസമാണെന്ന് നോക്കിയേ. യവനയിൽ ചെടി മാറ്റി പിടിക്കട്ടെ. വയസ്സ് നോക്കിയതുണ്ടോ, ഇവിടുത്തെ ബ്രൈഡാണ്. ഇത് കല്യാണ ഷൂട്ടിങ് നടക്കുവാണ്. ഷെർലി, കം ഹിയർ, ഐ ആം സൂമിങ്. കം 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 കം. ഓ, ഷെർലി നടന്നു പറഞ്ഞാൽ ഒരു You see, wait. Kissing. Oh, not kissing. No kissing. Cameraman is telling kissing. Yeah! Winner of the year. ഇവിടെ നല്ല കിടിലം പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഈ ഒരു കാണുന്ന ഒരു കിടിലം വ്യൂ കാണാനാണ് സത്യം പറഞ്ഞ് നമ്മൾ വന്നത്. ഗൈസ് നോക്കൂ, ഒരു കീട്ടിലൻ പാലം. എന്റെ പൊന്നെ, ഇത് ഞാൻ ഈ ഫോട്ടോ ഞങ്ങളിവിടെ മൂത്രമൊഴിക്കാൻ വന്നാണ്. എല്ലായിടത്തും പോലെയൊക്കെ തന്നെ ടോയ്ലറ്റിന്റെ അവസ്ഥയൊക്കെ. അത് ടോയ്ലറ്റിന്റെ കാര്യം നമ്മൾ എല്ലാവരും ഇന്ത്യ കുറ്റം പറയും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ട ഇന്ത്യനെക്കാളും വൃത്തിയിട്ട് കൂടിയാ അല്ലേ ടോയ്ലറ്റ്. ഗൈസ് നോക്കി, ഇത് കണ്ടോ,
ഈ കാണുന്ന ഇവിടെ കീട്ടിലൻ ലുക്ക് സ്ഥലമുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ കണ്ട ഒരു ബംഗ്ലാവ് കണ്ടോടാ. ഇത് ഇങ്ങനെയാണ് കസാക്കിസ്ഥാൻ. അതായത് ടണലാട്ടോ. അതായത് നമ്മൾ ഈ കാണുന്ന ടണലാണ്, ചൈനയിലെ ടണലാണ്. നമ്മൾ കസാക്കിസ്ഥാനിലേക്ക് പോകുന്ന ഭാഗമായിട്ടാണ്. അതായത് നമ്മൾ വ്യൂ ഗൈസ് നോക്കൂ, ആ കാണുന്ന ടണലിന്റെ കീട്ടിലൻ വ്യൂ ഇവിടുന്ന് കിട്ടും. അതേപോലെ തന്നെ അതിലും സെറ്റപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കീട്ടിലൻ പാലം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് എല്ലാം നേരത്തെ ഈ പാലം നമുക്ക് കാണാൻ പറ്റും തോന്നുന്നു. അതിൻ്റെ അകത്തോടൊക്കെ വണ്ടികളൊക്കെ സഞ്ചരിക്കുന്നു. നോക്കിയേ, എൻ്റെ പൊന്നെ അടിപൊളി കേട്ടോ ബ്രിഡ്ജ്. അതിൻ്റെ അത്ര വണ്ടി പോകും. നമ്മൾ അതിലല്ല പോകുന്നതെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇത് അങ്ങനെ വേറെ വേറെ പാതകളാണ്. അതാണ് സംഭവം. രസം നോക്കിയേ. അവള് സമ്മതിക്കത്തില്ല കാരണം അവരവിടെ കിടന്ന് വെളിയാണ് ബാബാന്നും പറഞ്ഞു. ആ ബ്രിഡ്ജ് ഇവിടെ നല്ല സെറ്റപ്പ് ആയിട്ട് കാണാട്ടോ. ഇതുണ്ടോ, താഴെ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്, മേലിൽ കൂടെ ബ്രിഡ്ജ് പോകുന്നു, അതിന്റെ മേലിൽ കൂടെ വഴി. ഇതൊക്കെ എങ്ങോട്ടോ ഉള്ള ഓരോ കണക്ഷനുകളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബ്രേക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കേരള ചരള. പിന്നെ വേറെ ദിവസം വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഫുള്ള് പൈക്കിടാവുകൾ നോക്കിയേ, ഇഷ്ടംപോലെ കിട്ടി. 35 പോയേ. റൂം എടുത്തു. ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ തന്നെ ഇന്ന് കിടന്നുറങ്ങും. ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. അവിടെ രാജേഷ്, ഇവിടെ പുള്ളി ജോഷി ഇട്ടു. നോക്കൂ, നാളെയാണ് നമ്മൾ അങ്ങനെ എക്സിറ്റ് ചെയ്യുന്ന ദിവസം കേട്ടോ. ഫൈനലി ഇന്ന് നമ്മുടെ ചൈനയിലെ ലാസ്റ്റ് ദിവസമാണ്.